315 കിലോമീറ്റർ താണ്ടി വേണം വയനാട് മാനന്തവാടിയിൽ നിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാല ബെർലിനിലേക്ക് എത്താൻ. അത്തരമൊരു സാഹചര്യത്തിൽ ബസ് ട്രിപ്പ് പോലും മുടങ്ങാൻ സാധ്യതയുണ്ടായിരുന്നപ്പോൾ പാല ബെർലിനിലേക്ക് കുട്ടിയേയും കൂട്ടി വന്നൊരച്ഛൻ കണ്ടക്ടർ കുപ്പായമണിയുന്നു. നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്നു. യാത്രക്കാരനായെത്തി കണ്ടക്ടർ കുപ്പായമണിഞ്ഞ ഈ അച്ഛൻ നമുക്കും മാതൃകയാണ്. അപ്പോൾ മാനന്തവാടിയിലാണോ ജോലി ചെയ്യുന്നത്? ബത്തേരി, സുൽത്താൻ ബത്തേരി അല്ലേ? മാനന്തവാടി, സുൽത്താൻ ബത്തേരി അടുത്തടുത്ത സ്ഥലങ്ങളാണ്. 45 കിലോമീറ്റർ ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. വയനാട് ജില്ല മാത്രം. വയനാട് ജില്ല. ഓക്കെ. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ബഹുമാനിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കടമയാണ്. സാർ അത് തിരിച്ചവനാണ്. കാരണം എനിക്കൊരു മെമ്മൻ്റ് തന്ന് ആദരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഈ ചെക്ക് എന്ന് പറയുന്ന എൻ്റെ മോളുടെ ഒരു വർഷത്തെ കോഴ്സ് ഒഴിവാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കോഴ്സ് ഫീ ഒക്കെ ഒഴിവാക്കി തന്നിട്ടുണ്ട്. മോളോട് പഠിച്ച് മേടിച്ചോണം എന്ന് പറയാം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം സാർ നമുക്കൊരു പൂർണ്ണ തൃപ്തിയാവില്ല. കാരണം ഒരു റിസൾട്ടുമായിട്ട് പോകണം. അങ്ങനെ സംഭവിക്കട്ടെ. ശരി, ഓക്കെ. ചില വ്യക്തികളുടെ പ്രവൃത്തികൾ ഒരുപാട് പേർക്ക് ഇൻസ്പയറിങ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെ അത് സ്വാധീനിക്കാറുണ്ട്, സഹായമാവാറുണ്ട്. അത്തരത്തിൽ ഒരാളുടെ ഒപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, ജൂൺ 16 ഫാദേഴ്സ് ഡേ ആണ്. അന്ന് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തി കാണിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും മാതൃകയായ ഒരു അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്നത്. നന്മയുടെ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ബെർലിനിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ഒരുപാട് യാത്രക്കാർക്ക് നന്മയുടെ ടിക്കറ്റ് നൽകിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജോബി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എങ്ങനെ ഒരാൾക്ക് ഒരേ സമയം യാത്രക്കാരനും അതേസമയം കണ്ടക്ടറുമാവാൻ പറ്റും? പിന്നെ അതുപോലെ ഈ നന്മയുടെ ടിക്കറ്റ് എന്താണ് ഈ സംഭവം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ കാര്യങ്ങൾ എത്ര മാത്രമാണ്, എങ്ങനെയാണ് ഒരു ദിവസം? സ്വാഭാവികമായിട്ടും ബെർലിനിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും വയനാട്ടിൽ നിന്നും പാലായിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് സാറ് മോളെയും കൊണ്ട് ബെർലിനിലേക്ക് എത്തുന്നത്. ആ ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ സുൽത്താൻ ബത്തേരി ഡിപ്പോ KSRTC വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് മാനന്തവാടി 40 കിലോമീറ്റർ അപ്പുറത്ത് വേറെ ഡിപ്പോ, മാനന്തവാടി ഡിപ്പോൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ പാലയിൽ ബെർലിനിൽ അഡ്മിഷൻ എടുക്കുകയും മോളെ ക്ലാസ് റൂമിൽ തലേദിവസം കൊണ്ടുവിടുന്നതിന് വേണ്ടി ഫാമിലി പാസ് നമ്മൾ മോളെ ആദ്യമായിട്ട് പുറത്ത് വിടുന്നതുകൊണ്ട് ഫാമിലിയിൽ എല്ലാവരും 3 കുട്ടികളും വൈഫും അടക്കം 5 പേരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരാൻ നോക്കിയത്. ആ സമയത്ത് വണ്ടി ബുക്ക് ചെയ്ത് KSRTC എത്തുകയും വണ്ടി അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെല്ലാം വണ്ടി കയറി കുറേ എല്ലാവർക്കും ഈ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതുകൊണ്ടും ഒരുപാട് ബാഗുകളുണ്ടായിരുന്നു. വണ്ടിയിൽ 46 സീറ്റ് റിസർവേഷൻ ഉണ്ടായിരുന്നു. അതിൽ പകുതി പേരും പാല ബെർലിനിലേക്ക് വരുന്ന കുട്ടികളും അതേപോലെ തന്നെ കീം എക്സാം എഴുതാൻ എരുമേലിയിൽ എക്സാം എഴുതുന്ന കുട്ടികളായിരുന്നു. അപ്പം നോക്കുമ്പോൾ സ്വാഭാവിക കണ്ടക്ടർ എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി, സുഖമില്ലാതെന്ന് പറയുന്നത്. അങ്ങനെ കണ്ടക്ടർ എത്താൻ പറ്റിയില്ല. അപ്പം 1 മണിക്കൂർ നോക്കിയും കണ്ടക്ടർ കിട്ടാത്തൊരവസരം, പെട്ടെന്ന് രാത്രി ആയതിനും പെട്ടെന്ന് കണ്ടക്ടർ കിട്ടാത്ത സാഹചര്യം വന്ന് വണ്ടി ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വന്നു. അപ്പോൾ എന്നോട് അപ്പുറത്ത് ഇപ്പോൾ ഒരു 8 മണിക്ക് വേറെ കോട്ടയം വണ്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് 3-4 സീറ്റ് ഉണ്ട്. അതിനകത്ത് പോകാൻ തന്നെ മറ്റേ കണക്ക് പറഞ്ഞു. എന്നാലും എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോകാൻ എനിക്കും തോന്നിയില്ല. ബെർലിനിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സാറിന് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം സാർ ഒരു KSRTC കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഫ്രീ പാസ് മറ്റൊരു ബസ്സിൽ യാത്രയാവാം. പക്ഷേ അവിടാണ് സാറിൻ്റെ ഉള്ളിലെ ആ ഒരു അച്ഛൻ ഉണർന്നത് അല്ലേ? വേഗെടുത്ത് പോകും. പിന്നെ ശമ്പളം കിട്ടാൻ വഴിക്കാലും KSRTC എൻ്റെ ചോറാണ്. അപ്പോൾ അത് എനിക്ക് ഒരു ബസ് മുടങ്ങാതെ പറയാൻ 50,000 രൂപ KSRTC കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വിഷമം തോന്നിയായിരുന്നു. അപ്പം ബാക്കിയുള്ള കുട്ടികളാക്കി ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് എന്നോട് ചെയ്യുന്നൊരു രക്ഷിതാവെന്ന നിലയിൽ ചെയ്യുന്നൊരു മോശം. തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം ബെർലിനിലേക്കൊന്നുമല്ല, നിരവധി യാത്രക്കാരുണ്ട് ബസ്സിൽ. ബെർലിനിലേക്കുള്ള ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുണ്ട്. അധികം ബെർലിനിലേക്കായിരുന്നു. എന്നുവെച്ചാൽ ആദ്യമായിട്ട് കുട്ടികളെ പുറത്തേക്ക് വിടുന്നതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും കുട്ടികളൊപ്പം 4-5 പേരും പേരൻസും സഹോദരങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായത്. ഓക്കെ. അപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല. ഞാൻ ഡ്യൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അവർ സാറിനോട് കടപ്പെട്ടൊരു രീതി ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? ആ ബസ്സിലുള്ളവരൊക്കെ അറിഞ്ഞില്ല സാറ് കണ്ടക്ടർ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവത്തിലാണ് സാർ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യം തന്നെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കാരണം ഞാൻ അത് ഡ്യൂട്ടി പോയതിന് വേറെ ഒരു ഉപദ്രവം ഉണ്ടാകണ്ട വിചാരിച്ചു അവിടേക്ക് ശേഷം ഭാഷണൊക്കെ. ഓക്കെ. പക്ഷേ അത് ഞാൻ ഡ്യൂട്ടി വേണ്ടാന്ന് പിന്നെ എഴുതി കൊടുത്തു. കാരണം തിരിച്ചങ്ങോട്ട് വേറെ കണ്ടക്ടറാണ് ഡ്യൂട്ടി വന്നത്. ഞാൻ മോളെ പാലയിൽ വിടാൻ വേണ്ടിയിട്ട് ബെർലിനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ട് ബസ് എവിടം വരെയുള്ള വണ്ടി? എരുമേലി വരലായിരുന്നു. ഞാൻ അതിനോട് പറഞ്ഞു പാല വരെ ഞാൻ പോകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എരുമേലിക്ക് പരിശീലന കുട്ടികളുണ്ടാവും, എരുമേലി വരെ പോകണമെന്ന് പറഞ്ഞു. അവിടെയും സാർ ആ ഡ്യൂട്ടി ഏറ്റെടുക്കും.
അതായത് ഇപ്പോൾ മോള് സാറിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന്? ഫാമിലി ഉണ്ടായിരുന്നു? വൈഫ് ഉണ്ടായിരുന്നു, 3 മക്കളുണ്ട്, ചെറിയ മോളുണ്ട്, 3 മക്കളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലാ വരെ എത്തുമ്പോൾ സാറ് അല്ല, ഞാൻ പാലയിൽ മക്കളെ അവിടെ ഇറക്കി, വൈഫിനെയും അവിടെ ഇറക്കി നിർത്തി ഞാൻ എരുമേലി പോയി തിരിച്ചു വന്നു. അതായത് എരുമേലി വരെയുള്ള ടിക്കറ്റും എടുത്തു കൊടുത്ത് അല്ലെങ്കിൽ യാത്രക്കാരെ അവിടെ യാത്രയാക്കിയതിന് ശേഷം സാറ് തിരിച്ച് നമ്മുടെ വൈകുന്നേരം വണ്ടി പോകാൻ വൈകുന്നേരം വേറെ കണക്കുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാൻ ആ ഡ്യൂട്ടി വേണ്ട, ഞാൻ ഡ്യൂട്ടിക്ക് എടുത്തതല്ല, എനിക്കത് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഡ്യൂട്ടി വേണ്ടെന്ന് എഴുതി കൊടുത്തപ്പോഴാണ് ആ ന്യൂസ് എല്ലാവരും ആ എഴുതി കൊടുത്ത ന്യൂസാണ് പുറത്തേക്ക് എടുത്തിട്ടത്. അവിടുത്തെ എല്ലാം അങ്ങനെയാണ് പുറത്തേക്ക് അറിഞ്ഞത്. അതെ, വലിയൊരു സേവനമാണ് സാറ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും പാലാ ബ്രില്യൻറ്റിലേക്ക് സാറ് മകളെ ചേർത്തു. ഇപ്പോൾ ഇതിനെ ഏറ്റെടുത്തു പാലാ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേർക്ക്, അതായത് അന്ന് ബ്രില്യൻറ്റിനെ ആശ്രയിച്ചെത്തുന്ന ഒരുപാട് പേരൻസിനാവട്ടെ കുട്ടികൾക്കാവട്ടെ അന്നൊരു വഴിവെളിച്ചമായത് സാറിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലാ ബ്രില്യൻറ്റ് സാറിനൊരു ഓഫർ ചെയ്തു, സാറിൻ്റെ കുട്ടിയെ അല്ലേ സൗജന്യമായി പഠിപ്പിക്കാം, കോഴ്സ് ഫീ പൂർണ്ണമായും ഇല്ല. അപ്പോൾ സാറിന് ഇപ്പോൾ എന്ത് തോന്നുന്നു ബ്രില്യൻറ്റിലേക്കൊക്കെ ചേർന്ന് നമ്മുടെ ക്യാമ്പസൊക്കെ കണ്ടില്ലേ? എനിക്കത് ഒരുപാട് പറയാനുണ്ട്. കാരണം വെച്ചാൽ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാദേഴ്സ് ഡേക്ക് ഒരു മെമൻറ്റോ തന്നെ എന്നെ ആദരിക്കായിരുന്നു. ഇതേ പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടും, ഒരു മെമൻറ്റോ തന്നെ എന്നെ ആദരിച്ചാൽ. അതിലുപരി ആ ഫീസ് ഒഴിവാക്കുക വെച്ചാൽ നിങ്ങളൊരു സമൂഹത്തിന് വലിയൊരു സന്ദേശം നന്മ ചെയ്യുന്നവർക്കെന്ന് വെച്ചാൽ, എനിക്കറിയാം, ഞാൻ വയനാട്ടുകാരനാണ്. വയനാട് മാനന്തവാടിയിൽ നിന്ന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് നിങ്ങൾ 25 കുട്ടികളെ ആരും അറിയാതെ തന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് എനിക്കറിയാം. സ്പന്ദനം എന്ന് പറഞ്ഞവർക്ക് എനിക്കറിയാം, അവിടെ 25 കുട്ടികൾക്ക് ഫ്രീ മാർക്കുള്ള കുട്ടി, 90% മേലുള്ള കുട്ടികൾ, സാമ്പത്തികമായി പിന്നോട്ട് കുട്ടികൾ ഒരു ഫീസും കൊടുക്കാതെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ നന്മ ചെയ്യുന്ന നന്നായി ബ്രില്യൻറ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റിനും ഈ സ്റ്റഡി സെൻറ്ററിനും എൻ്റെ പേരൻ്റ് എന്ന നിലയിൽ അങ്ങനെ ഈ മാർക്ക് ഉണ്ടായിട്ടും പഠിക്കാൻ വരാൻ പറ്റാത്ത കുറേ കുട്ടികൾക്ക് ചെയ്യുന്ന പ്രവൃത്തി വലിയ പുണ്യപ്രവൃത്തിയാണ്. എനിക്ക് തന്നെ വേണമെങ്കിൽ ഒരു മെമൻറ്റോ ആദരിക്കുന്നതിന് പകരം ഇത് ഈ ഫീസ് കോഴ്സ് ഫ്രീ തന്നതിന് ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് എല്ലാവരും പ്രത്യേക കടപ്പാടുണ്ട്. ഓക്കെ, സാറ് ചെയ്തത് വലിയൊരു കാര്യമാണ്, ഒരുപാട് പേർക്ക് മാതൃകയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് അന്നേ ദിവസം ബ്രില്യൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ആ യാത്ര ഒരു പരിധിവരെ മുടങ്ങുന്നൊരു സാഹചര്യമായിരുന്നിരിക്കാം ഉണ്ടായിരിക്കുക. അവരുടെ ആ ഒരു തോട്ടിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം വയനാട്ടിൽ നിന്ന് അധികം വണ്ടി ഇല്ല പാലായ്ക്ക് അല്ലേ? അതിനുശേഷം വണ്ടി ഇല്ല. അപ്പോൾ അടുത്തൊരു 8 മണിക്ക് കോട്ടയം വണ്ടി ഉണ്ടായിരുന്നു, അതിൽ 4 സീറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൻ്റെ അച്ഛൻ എന്ന ഉത്തരവാദിത്തത്തെയും അതേപോലെ തൻ്റെ ജോലി, താൻ സേവനമനുഷ്ഠിക്കുന്ന ഏത് മേഖലയാണോ അതിനെ രണ്ടിനെയും ഒരേപോലെ ചേർത്ത് പിടിച്ച് ഞാനിത് ഏറ്റെടുത്തോളാം, ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം നന്മയുടെ ടിക്കറ്റ് വിറ്റ ഒരു മനോഹരമായ കണ്ടക്ടർ എന്ന് വിശേഷിച്ചത്. വലിയ പുണ്യപ്രവൃത്തി അങ്ങനെ തോന്നുന്നില്ല. ഞാൻ എൻ്റെ ജോലി, ഞാൻ കണ്ടക്ടറാണ്, ഞാൻ ചെയ്യേണ്ടതാണ്. ഒരിക്കൽ ചെയ്യാതിരിക്കുമ്പോഴാണ് എൻ്റെ ഇത് ഇല്ലാതായി പോകുന്നത്. കാരണം ആ ബസ് മുടങ്ങുവാണെങ്കിൽ ഒരു 50,000 രൂപ KSRTC കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിലുപരി കുട്ടികളുടെ പരീക്ഷ, അതിൽ പേരൻ്റ് തന്നെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിരുന്നു. അന്ന് തന്നെ എനിക്കറിയില്ല, കോഴിക്കോട് നിന്ന് കയറിയവർ കീമക്സ് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ന്യൂസ് കണ്ട ശേഷം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊന്നും. ഞാൻ കളർ ഡ്രസ് ഇട്ടാണ് ഡ്യൂട്ടി എടുത്തത്. അപ്പോൾ എന്നോട് വളരെ ചോദിച്ചിരുന്നു ഈ സംഭവം. ബസ്സിൽ അന്നേരം എല്ലാവർക്കും മനസ്സിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കടമ നിർവഹിച്ചത് മാത്രമേ ഉള്ളൂ, അത് വലിയൊരു പുണ്യപ്രവൃത്തി ഒന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. സാർ, അതുപോലെ തന്നെ മകളിപ്പം ക്യാമ്പസിലാണ്, അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്നും നിങ്ങൾ വീക്ക്ലി വൺസ് ഫോൺ വിളിക്കാനുള്ള അവസരമുണ്ട് വിദ്യാർത്ഥികൾക്ക്. അപ്പം എന്ത് പറയും നമ്മുടെ ക്യാമ്പസിനെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും? നല്ല അഭിപ്രായമാണ്. എനിക്ക് എന്താ പറയുക, മോളിപ്പം നിങ്ങൾ വിളിച്ച് എനിക്ക് ഇവിടേക്ക് കൺട്രോൾ ഹോസ്റ്റലിലേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞപ്പോൾ മോള് നിൽക്കുന്ന ഹോസ്റ്റലിൽ നല്ല ഒരു വീട് പോലെ അന്തരീക്ഷവും നല്ല ഹോസ്റ്റലാവുകൊണ്ട് മാറേണ്ട പപ്പ എന്ന് പറയും. ഇന്ന് ഫസ്റ്റ് കഴിഞ്ഞ എക്സാമിന് 600 ജില്ല ഒക്കെ സ്കോർ ചെയ്തപ്പോൾ പറഞ്ഞ പപ്പ എനിക്ക് പറ്റും, നല്ല എല്ലാ ക്ലാസ്സിലും നല്ല മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹോസ്റ്റൽ ഫീസും ഇതൊന്നുമല്ല, നല്ല ഭക്ഷണവും നല്ല താമസവും എല്ലാം. അപ്പോൾ ഇതേപോലെ ഒരുപാട് കുട്ടികൾക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും സാർ, ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് എപ്പോഴും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ ആശ്രയിച്ചെത്താറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഒരുപക്ഷെ നല്ലൊരു വിജയം കരസ്ഥമാക്കി തന്നെയാണ് ബ്രില്യനിൽ നിന്നും പടിയിറങ്ങാറുള്ളത്. അപ്പോൾ സാറിൻ്റെ മകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിനും വലിയൊരു കാര്യമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് ചെയ്യുന്നത്. താങ്ക് യു സാർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.